ഹലോ ഹായ് ബീവീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എൻ്റെ ചെടികളൊക്കെ ഒന്നും കേട് വന്നിട്ടൊന്നുമില്ല, നല്ല ഭംഗിയിലുണ്ടായി വന്നിട്ടുണ്ട്. നല്ല റോസ് പൂവും അതുപോലെ എന്നും പൂവിടുന്ന റോസ് പൂവാണ് ഈ വെള്ള, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ സ്നേക്ക് പ്ലാന്റ്സ്, അതുപോലെ റംബുട്ടാൻ എല്ലാം നല്ല ഭംഗിയിലുണ്ടായി. എൻ്റെ ചെടികൾക്കൊന്നും ഒരു കോട്ടം പറ്റിയില്ല. പിന്നെ കുറച്ച് വൃത്തി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അതേപോലെ ഞാൻ എങ്ങനെയാണ് കുഴിച്ചിട്ട് പോയത് അതുപോലെ തന്നെ അങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോന്നും നല്ല ഭംഗിയിലുണ്ടായി വന്നിട്ടുണ്ട്. ഇനിയൊക്കെ ആദ്യം മുതലൊക്കെ വൃത്തിയാക്കിയിട്ട് വരണം. ഇപ്പോൾ ഇതൊക്കെ പപ്പ വന്നതിന് ശേഷം കുറേ വെട്ടി ചെടികളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നത്. കിളികളില്ലാതെ എൻ്റെ കിളിക്കൂടും എല്ലാം കാണുമ്പോൾ ഒരു സങ്കടമാണ്, കിളിയില്ലാത്ത കൂട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ബീവീസ് കിച്ചൺ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഒന്നും വിട്ടാൽ ചെയ്യണേ, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക, ഒന്നും വിട്ടുപോയത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൈസ് പത്തിരി, ബീഫ് കറിയൊക്കെ, തേങ്ങ വറുത്തരച്ച ബീഫ് കറിയൊക്കെയാണ്. അപ്പോൾ ഇതാ എൻ്റെ നാത്തൂൻ്റെ മരുമോളാണ്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോഴേ കൈ നനക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് കിച്ചണിൽ കയറാതെ. എന്നാലും നനക്കാൻ പറ്റാത്ത പണികളൊക്കെ ഞാൻ ചെയ്യും, കൈ ഇളക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവള് തേങ്ങ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, ബീഫിലേക്കുള്ള ബീഫ് വയ്ക്കാൻ വെച്ചത്. അപ്പോൾ പത്തിരി പണിയാണ്. പൊടി വാട്ടി കുഴച്ചിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ വാട്ടുന്നതും കുഴക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വന്നപ്പോഴേക്ക് വാട്ടലും കുഴക്കലൊക്കെ കഴിഞ്ഞേക്കണം. ഒക്കെ ഉരുളകളാക്കി വെച്ച് ഇനി അത് പരത്തി പൊടി തട്ടിയെടുത്ത് ചുടണം. ചുടാനൊക്കെ എനിക്ക് കഴിയും, കൈ കൊണ്ട് ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കാൻ വയ്യായുള്ളൂ. ഈ പത്തിരി പണിയൊക്കെ എല്ലാവർക്കും അറിയണമാണല്ലോ അല്ലേ, അറിയാത്തവരൊന്നും ഇല്ലല്ലോ. നമ്മളെ ബീഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചതൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രസമുള്ള ബീഫ് കറിയാണ്. ഇനി പൊടി തട്ടിയെടുത്തതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മളെ കല്ലൊക്കെ വന്നിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പത്തിരിക്കല്ല് ഒക്കെ നന്നായിട്ട് കഴുകി എടുത്തതിൻ്റെ ശേഷം പിന്നെ അകത്തുനിന്ന് പിന്നെ ഒന്നും കൂടെ കഴുകി പത്തിരി ചുടാനായിട്ട് വെച്ചേ. നല്ല ചൂടായ കല്ലിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. എൻ്റെ കൈ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്നിട്ട് കയ്യിൻ്റെ കെട്ടൊക്കെ നിറം മാറിയിരിക്കുന്നു. നമ്മളീ പത്തിരിക്ക് 3 മറിച്ചിടലാണ് എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. ഫസ്റ്റ് ആവി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ ഭാഗം നല്ലോണം വെന്താൽ ഒന്നും കൂടി തിരിച്ചിട്ടാൽ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ നമ്മൾ അത് പത്തിരി പാത്രത്തിലേക്ക് മാറ്റുക. ഇങ്ങനെ 3 മറിച്ചിടലാണ് ഇതിന് ഈ പത്തിരിക്കുള്ളത്. വാട്ടിക്കുഴച്ച പൊടിയല്ലേ, പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുത്ത് പത്തിരിയും കറിയൊക്കെ റെഡിയായി ഞങ്ങളൊന്ന് ചായ കുടിക്കുകയാണ്. എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാണ്ട്, കൈയൊന്ന് ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യത്തിനൊന്ന് പോകാനുണ്ട്.
ചാടി കഴിഞ്ഞ പാത്രമൊക്കെ കഴിയാണ്. അപ്പോഴേക്കും പിന്നെ ഒരു അയൽവാസി കാണാൻ വന്ന്. ഞങ്ങളെ അയൽവാസിയാണ് മാലതി. എപ്പോഴും എന്തെങ്കിലും വിശേഷം അറിയാനും ഞാൻ ഒക്കെ അങ്ങോട്ട് നാട്ടിലേക്ക് വിളിക്കലൊക്കെ മാലതിക്കാണ്. ഞങ്ങൾ തൊട്ട അയൽവാസിയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോവാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടേ. അപ്പോൾ ഞാൻ വേഗം ഒരുങ്ങാനുള്ള പുറപ്പാടിലാണ്. മാലതി ഒരു ഗവൺമെൻറ് നഴ്സായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഓരോരുത്തരും ഓരോ പണിയിലാണ്. ഫോൺ നോക്കണമല്ലോ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോവായിട്ടോ, ഞങ്ങൾ രണ്ടാളും കൂടെ. പിന്നെ കൈയൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് തിരിച്ച് പോകുന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. രണ്ട് കയ്യും ഡ്രസ്സ് ചെയ്താൽ പിന്നെ കുറേ ലേറ്റ് ആയിക്കണം അവിടുന്ന് പോരുമ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇലയിൽ ഊണെന്ന് കണ്ടിട്ട് അവിടെ കയറിയിട്ടൊന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച്. ഞങ്ങൾ മൂന്നാളുണ്ട്. നാത്തൂൻ്റെ മോളും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. മോളല്ല മരുമോള്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഇലയിൽ ഊണൊന്ന് കഴിച്ച്. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ നാത്തൂൻ്റെ മരുമോളെ ഉമ്മൂട്ടി എന്നാണ് വിളിക്കുക. ഉമ്മൂട്ടിക്ക് ബിരിയാണി, ഞങ്ങൾക്ക് വെറും ചോറും മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മൂന്നാളും ഫുഡൊക്കെ കഴിച്ച് നല്ല രസമുള്ള ഫുഡായിരുന്നു. പതിനഞ്ച് തരം വിഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 15 ഞാൻ കണ്ടില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി AC റൂം താഴെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ മേലേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറി ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. പിന്നെതാ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞങ്ങളൊരു അയൽവാസി, എൻ്റെ പഴയ അയൽവാസി ഉണ്ട്, ലൈല. അപ്പോൾ നമ്മൾ കുട്ടികളെ കുറേ ആൺകുട്ടികളെ കാണിച്ചെന്നില്ലേ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവരെ ഉമ്മ എനിക്ക് ചക്ക കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അത് പാപ്പ മുറുക്കിയാണ്. നല്ല രസമുള്ള അടിപൊളി ചക്കയായിരുന്നു. നല്ല രസമുണ്ട്. അവിടെ വന്നിട്ട് ചക്ക കിട്ടി, മാങ്ങ കിട്ടി. മാങ്ങ പിന്നെ നമുക്ക് അവിടെയും പപ്പൻ്റെ അവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് നല്ല നല്ല രസമുള്ള ചക്ക കിട്ടി. മാലതി ചക്ക കൊണ്ട് തന്ന്. പിന്നെ അയൽവാസികളൊക്കെ തന്ന്. എൻ്റെ കയ്യാത്തിനോട് ചക്ക മുറിച്ചത് പപ്പനൊക്കെ മുറിച്ചൊക്കെ റെഡിയാക്കി. ചക്കൻ്റെ പരിപാടി കഴിഞ്ഞ് രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മോളും മക്കളും മരുമക്കളൊക്കെ കൂടി വന്ന് കുറേ ഫുഡൊക്കെ ആയിട്ട് മന്തി, ഷവായ എന്തൊക്കെ പോയിട്ട് കുറേ ഒരുപാട് സാധനം കൊണ്ടുവന്ന് അവരതും കൊണ്ടാണ് വന്ന്. പിന്നെ അതൊക്കെ കഴിച്ച് എല്ലാവരും പോയി. ഒരന്നെ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.